ഈ അസ്തമയത്തിൽ എനിക്ക് നിരാശയില്ല. നാളെയുടെ ഉദയത്തിലാണ് എൻ്റെ പ്രതീക്ഷ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ല. കാലം ഒരു കറുത്തിരുണ്ട കാടായിരുന്നപ്പോൾ ചരിത്രത്തിൽ ഒരു ചുവന്ന കൊടുങ്കാറ്റ് വീശിയിരുന്നു. ആ കാറ്റ് ക്യൂബയും ബൊളീവിയയും ലാറ്റിൻ അമേരിക്കയും കടന്ന് ലോകവിപ്ലവത്തിന്റെ പ്രതീകമായി മാറി. അർജന്റീനയിൽ ജനിച്ച് ഗ്വാട്ടിമാലയിൽ വിപ്ലവം നടത്തി, ക്യൂബയിൽ വിജയം മുഴക്കി, ബൊളീവിയയിൽ എരിഞ്ഞടങ്ങിയ വിപ്ലവ നക്ഷത്രം ഏണസ്റ്റോ റാഫേൽ ഗുവേര ഡിലസെർണ എന്ന ഏണസ്റ്റോ ചെഗുവേര. അർജന്റീനയിൽ ജനിച്ച് പഠിച്ച് ഡോക്ടറായി ലോകത്തിന്റെ രോഗത്തിന് വിപ്ലവം എന്ന മരുന്ന് നൽകി. കണ്ണിൽ അണയാത്ത വിപ്ലവ വീര്യവുമായി ചുണ്ടിൽ നിഗൂഢമായ ഒരു പുഞ്ചിരി ഒളിപ്പിച്ച് ചുവന്ന നക്ഷത്ര ചിഹ്നമുള്ള തൊപ്പി ധരിച്ച് സിഗാർ വലിക്കുന്ന താടിക്കാരൻ ലോകവിപ്ലവത്തിന്റെ അടയാളമായി മാറിയത് യാദൃശ്ചികതയല്ല. ഉയരാൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന നാവും അടിമത്തത്തിൻ്റെതാണെന്ന് അയാൾ പ്രഖ്യാപിച്ചു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. വാക്കുകൾ എത്തും മുമ്പേ അത് പ്രയോഗത്തിലെത്തിച്ച പോരാളി. ഒരു ദിവസം തീർന്നു പോകുമെന്നറിഞ്ഞുകൊണ്ടു തന്നെ അയാൾ യാത്ര തുടർന്നു. ഒടുവിൽ 39-ാം വയസ്സിൽ കൊന്നൊടുക്കിയിട്ടും അയാൾ തീർന്നുപോയില്ല. കൊല്ലപ്പെട്ട ചെ ജീവിച്ചിരുന്ന ചെയേക്കാൾ ആവേശവും വീര്യവുമായി മാറി. യാങ്കി സാമ്രാജ്യത്വ താൽപര്യങ്ങളുടെ വെടിയുണ്ടകൾക്ക് തകർക്കാൻ കഴിയാത്ത കരുത്തുമായി ചെഗുവേര കാറ്റ് ലോകത്താഞ്ഞടിച്ചു.